സാറേ, നമ്മുടെ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ്, അത് നടന വിസ്മയം എന്ന് വിശേഷിപ്പിക്കുന്ന മലയാളത്തിൻ്റെ അഭിമാനം മോഹൻലാൽ ലഭിച്ചു. ഈ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി. സാർ എങ്ങനെയാണ് വിലയിരുത്തുക? ആദ്യത്തെ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ അല്ലേ? അതെ. അപ്പോൾ ഇത് ചില ആളുകൾ എന്നോട് ചോദിച്ചത് മധു ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാനും അത് ആലോചിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്. മധുവിന് മുമ്പ് സത്യനും പ്രേം നസീറും ഒക്കെ ഉണ്ടല്ലോ. അതെ. ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കേണ്ടത് വെഴ്സറ്റാലിറ്റി എന്ന് പറയില്ലേ, വലിയ കഥാപാത്രങ്ങളൊക്കെ എടുത്ത് അല്ലേ നമ്മുടെയൊക്കെ വിസ്മയിപ്പിക്കുന്ന വിധം, ഭ്രമിപ്പിക്കുന്ന വിധം കൈകാര്യം ചെയ്യുന്നത് അതാരാണ് എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ വരുമ്പോൾ അതിന് ഈ മോഹൻലാലിന് കൊടുക്കുന്ന പുരസ്കാരം സാർത്ഥകമാണ് എന്നാണ്. മധുവിന് കൊടുക്കേണ്ടതില്ല എന്നൊന്നും നമ്മൾ അർത്ഥമാക്കുന്നില്ല. പക്ഷെ ഇത്രയും വർഷം അല്ലേ, അതെ, ഒരു ജന്മം മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെലവാക്കി കഴിഞ്ഞു. ഏതാണ്ട് എൻ്റെ തന്നെ പ്രായമാണ് മോഹൻലാലിന്. മോഹൻലാൽ 3-4 മാസം മൂത്തതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ ചെറിയ പ്രായം അല്ലേ, മറ്റേ കോളേജ് പ്രായം മുതൽ ആദ്യത്തെ തിരനോട്ടം എന്ന് പറഞ്ഞൊരു സിനിമ അവർ സുഹൃത്തുക്കൾ രാജീവ് നാഥ്, അശോക് കുമാർ അല്ലേ, സുരേഷ് കുമാർ ഇവരെല്ലാം കൂടി ഉണ്ടാക്കുന്ന കാലം മുതൽ ഒരു 20 വയസ്സ് മുതൽ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. എന്ന് പറയുമ്പോൾ 45 കൊല്ലമായി. 45 കൊല്ലം സിനിമയ്ക്ക് വേണ്ടി ചെലവാക്കിയ ഒരാളാണ്. മാത്രമല്ല അത് അദ്ദേഹത്തിന് മടുത്തിട്ടില്ല. അത് മടുത്തിട്ടില്ല. സിനിമയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു അല്ലേ. അതിൻ്റെ പല മേഖലകളിലും ഒക്കെ അദ്ദേഹം വ്യാപരിച്ചു. ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള വേറെ ചില കാര്യങ്ങളും കൂടി നോക്കണം. ഈ അഭിനയ പ്രതിഭ എന്നുള്ള നിലയ്ക്ക് ആലോചിക്കുമ്പോൾ അദ്ദേഹം സിനിമയിൽ മാത്രമല്ലല്ലോ നിന്നത്. അദ്ദേഹം നാടകങ്ങൾ, കാവാലം നാരായണ പണിക്കരുടെ വെറും നാടകമല്ല, ഈ സംസ്കൃതം മുഴുവൻ കാണാപാഠം പിടിച്ചിട്ട് ഭാസന്റെ നാടകങ്ങളൊക്കെ സംസ്കൃതം മുഴുവൻ, ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അർപ്പണമാണത് അല്ലേ. സംസ്കൃതം സംഭാഷണങ്ങൾ മുഴുവൻ കാണാപാഠം പഠിച്ചിട്ട് അരങ്ങത്ത് നിറയുക എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ സുഹൃത്തല്ല, ശിഷ്യൻ പ്രശാന്ത് നാരായണൻ്റെ ഛായാമുഖി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരുപാട് അനുഭവങ്ങൾ എന്നോട് പ്രശാന്ത് നാരായണൻ പല ഘട്ടങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ അർപ്പണം എന്നൊക്കെ പറയുന്നത്. അപ്പം അർപ്പണത്തിനെ ആദരിക്കുക എന്നുള്ളതാണ്. ദാദാ സാഹേബ് ഫാൽക്കെ എന്ന് പറയുന്നത് ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ 1944 ആണ് മരിച്ചുപോയത്. അദ്ദേഹമാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന. ആദ്യത്തെ സിനിമ രാജാ ഹരിശ്ചന്ദ്ര വരുന്നത് 1914 ആണ്. 19 വർഷം സിനിമ എടുത്തു. ആകെ 94 സിനിമകൾ അദ്ദേഹം നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങിയ എല്ലാ മേഖലകളിലും വ്യാപിച്ചിരുന്നതാണ്. മോഹിനി, ഭസ്മാസുർ, സത്യവാൻ സാവിത്രി, ലങ്കാദഹൻ തുടങ്ങി കുറെ മിത്തോളജിക്കൽ, രാജാ ഹരിശ്ചന്ദ്ര അങ്ങനെയാണല്ലോ, മിത്തുകൾ സിനിമയാക്കിക്കൊണ്ടാണ് അദ്ദേഹം കുറെ കാലം ഇരുന്നത്. ഇത് അവാർഡ് തുക എന്ന് പറയുന്നത് 10 ലക്ഷം. സെപ്റ്റംബർ 23-ാം തീയതി ദേശീയ പുരസ്കാരങ്ങളുടെ കൂട്ടത്തിലാണ് മോഹൻലാലിന് കൊടുക്കാൻ പോകുന്നത്. 1969 മുതലാണ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത്. അത് ആദ്യം ദേവിക റാണി അവർക്കാണ് ഇത് കൊടുത്തിരുന്നത്. 54 പേർക്ക് ഇതുവരെ ഫാൽക്കെ പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. മരണാനന്തരം കൊടുത്തത് 2 പേർക്കാണ്. പൃഥ്വിരാജ് കപൂർ 1, 2 വിനോദ് ഖന്ന. അതല്ലാതെ എല്ലാം ജീവിച്ചിരുന്നവർക്ക് തന്നെയാണ്. പിന്നെ ഇത് ഈ സഹോദരിമാർ ഇങ്ങനെ ഒരു കുടുംബത്തിലുള്ളവരെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് BN റെഡ്ഡി, നാഗി റെഡ്ഡി, പിന്നെ രാജ് കപൂർ, മറ്റേ ശശി കപൂർ സഹോദരന്മാർ, ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ സഹോദരിമാർ, BR ചോപ്ര, യാഷ് ചോപ്ര, ഇങ്ങനെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മ്യൂസിക്, സംഗീത രംഗത്ത് നിന്ന് മറ്റേ പങ്കജ് മല്ലിക്, നൗഷാദ്,
ഭൂപൻ ഹസാരിക, പിന്നെ മന്നാടെ, നമ്മുടെ മാനസമൈന എന്ന് പറഞ്ഞ ഒറ്റപ്പാട്ടുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ മലയാളിയാണ് കേട്ടോ, കണ്ണൂർക്കാരിയ, മന്നാടയുടെ ഭാര്യ. നൗഷാദ്, എൽ വി പ്രസാദ്, സത്യജിത് റേ, വി ശാന്താറാം, നാഗേശ്വര റാവു, ശിവാജി ഗണേശൻ, രജനീകാന്ത്, ഋഷികേശ് മുഖർജി, മൃണാൾ സെൻ, അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണന് കിട്ടും എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് മൃണാൾ സെന്നിന് കൊടുക്കുന്നത്. ആ സമയത്ത് അടൂരുമായിട്ട് ഞാൻ സംസാരിച്ചത് ഓർക്കുന്നുണ്ട്, ഇത്തവണ മാറിപ്പോയിട്ടുണ്ട്, മൃണാൾ സെന്നിനാണ് എന്നുള്ളത്. പക്ഷെ അടുത്ത കൊല്ലം അടൂരിന് കിട്ടുകയും ചെയ്തു. കെ ബാലചന്ദ്രനും കിട്ടിയിട്ടുണ്ട് തമിഴിൽ. സൗത്തില് ഇത് കുറവാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ തെക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സത്യത്തിൽ ഇംഗ്ലീഷിൽ തെസ്പിയൻ എന്നൊക്കെ പറയുന്ന വലിയ അഭിനയ പ്രതിഭ തന്നെയാണ് മോഹൻലാൽ. ശരിക്കും ഈ നമ്മുടെ കുടുംബത്തിലൊരു അംഗം എന്ന നിലയിലാണ് മോഹൻലാലിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ സിനിമകളൊക്കെ വന്നത്. പിന്നീട് ഒരു കാലം കണ്ടു കഴിഞ്ഞപ്പം അമാനുഷിക കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിച്ചു. വീണ്ടും അതല്ല പ്രേക്ഷകർക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ വീണ്ടും പഴയ കുടുംബത്തിലെ ഒരംഗമായി മാറി. അപ്പോൾ ഇത്രയും പ്രായമാകുമ്പോഴും ഈ കഥാപാത്രങ്ങളുടെ വൈവിധ്യത്തെ അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റുക? മോഹൻലാലിൻ്റെ ഈ വൈവിധ്യം എന്ന് പറഞ്ഞല്ലോ, അതായത് ഈ സംവിധായകൻ്റെ നടൻ അല്ലേ, അതെ, ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറഞ്ഞത്, ഇത് സ്വാഭാവികമായിട്ട് മോഹൻലാലിന് വന്നു പോകുന്നതാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ തന്മാത്ര എന്ന് പറഞ്ഞൊരു സിനിമയിലെ കഥാപാത്രം അവതരിപ്പിച്ചില്ലേ, ഓർമ്മ നശിക്കുന്നത്, ആൽഷൈമേഴ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പിന്നീട് ഈ ഭിഷഗ്വരന്മാർ തന്നെ പറഞ്ഞത് സാധാരണഗതിയിൽ ഇത് ബാധിക്കുന്ന ഒരാൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പെരുമാറുന്നത് എന്ന്. ഇത് അഭിനയമല്ല, ജീവിതം പോലെ ഒരു സ്വാഭാവികമായിട്ട് ഇദ്ദേഹം പോയി എവിടെയെങ്കിലും പോയി ഈ ആൽഷൈമേഴ്സ് ബാധിച്ച ആളുകളുടെ കൂടെ താമസിച്ച് പഠിച്ചിട്ടൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്, അല്ല, അത് സാധ്യവുമല്ല. പക്ഷെ ഇത് തന്നെത്താനെ അത് ഇങ്ങനെ ആ മോഹൻലാൽ ഈ സെറ്റിലൊക്കെ ആളുകളോട് തമാശ പറഞ്ഞിരിക്കുമെങ്കിലും ആ ആക്ഷൻ പറയുമ്പോൾ വേറൊരാളായിട്ട് മാറുന്നതായിട്ടാണ് ഈ സംവിധായകരൊക്കെ ഈ ചില സമയത്ത് കട്ട് പറയാതെ തന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് ഇവര് അത്ഭുതത്തോടു കൂടി കാണുന്നതായിട്ടാണ്. അതിപ്പോ ഏറ്റവും ഒടുവിൽ സത്യൻ അന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം സിനിമയിലും അതിനെപ്പറ്റി ആളുകൾ പറഞ്ഞപ്പോഴും ഇങ്ങനെ ഹൃദയം മാറ്റിവെച്ച ഒരാള് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല അഭിപ്രായങ്ങളുണ്ട് അതിനെപ്പറ്റി. ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് പക്ഷേ സംവിധായകനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് വന്നത്, അല്ലാതെ നടനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല വന്നത്. ധാരാളം പരീക്ഷണ ചിത്രങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ട്. മോഹൻലാൽ ഈ കച്ചവട ചിത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് വലിയ സംഭാവനകൾ എന്ന് നമ്മൾ പറയുന്നത്. വലിയ അടൂർ ഗോപാലകൃഷ്ണൻ ഒഴിച്ചിട്ടുള്ള സംവിധായകരുടെ കൂട്ടത്തിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. സാർ ഇത് മാത്രമല്ല, ഇപ്പം ശിവാജി ഗണേശനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ ഇരുവർ എന്ന് പറയുന്ന ചിത്രത്തിൽ തമിഴിൽ അഭിനയിച്ചു. ഈ MGR വല്ലാത്ത സിനിമ, അതിനകത്തേക്ക് കഥാപാത്രം ഒരു നമുക്ക് ശരിക്കും അറിയില്ല. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങളല്ലേ? ശരി, അതൊക്കെയാണ്. അത് ഈ ഇതേ സത്യൻ അന്തിക്കാട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും എപ്പോഴും കാണാൻ തോന്നുന്ന ഒരു സിനിമയാണ് ഈ പറഞ്ഞ പോലെ ഇരുവർ എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ തന്നെ ഈ സദയം പോലെയൊക്കെയുള്ള അല്ലേ സിനിമകളും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നത് അല്ലേ? പിന്നെ മാത്രമല്ല സാർ, അച്ഛൻ്റെയും മകൻ്റെയും ഒക്കെ വേദന, ഈ കിരീടമൊക്കെ കണ്ടവർക്ക് അത് എത്ര കാലം മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ ആ ഒരു കാലം ആ കോമ്പിനേഷനെ പറ്റിയും പറയുമായിരുന്നു. തിലകനും മോഹൻലാലും തമ്മിൽ വലിയ കെമിസ്ട്രി ഉണ്ടെന്ന്. മറ്റേ കത്തി താഴെ ഇടടാ എന്ന് പറയുന്നത് ഇന്നും ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1978 തുടങ്ങിയ ഒരു യാത്ര 2025 ദാദാ സാഹേബ് ഫാൽക്കെ എന്ന് പറയുന്ന വലിയ പുരസ്കാരം കിട്ടി. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങളിലേക്ക് നടന്നെടുക്കണം. കാരണം ഇപ്പോഴും അഭിനയം മടുത്തിട്ടില്ലാത്ത ഒരു നടൻ, അതല്ലേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷണം. കഴിയുന്നത്ര ഇത്തരം ഈ 100,000 പേരിലൊക്കെ ഒരാളെ ആണിങ്ങനെ. യേശുദാസിനെ ദൈവം സ്വന്തം ശബ്ദം കൊടുത്ത് ഭൂമിയിലേക്ക് വിട്ടു എന്ന് പറയുന്നത് പോലെയാണ്. ദൈവത്തിനറിയാവുന്ന എല്ലാ നടന സൗഭാഗ്യങ്ങളോടും കൂടിയിട്ടാണ് മോഹൻലാലിനെ അയച്ചിരിക്കുന്നത്. കഴിയുന്നത്ര അതൊക്കെ നമ്മൾ കൈനീട്ടി വാങ്ങിച്ച് അത്ഭുതത്തോടുകൂടി കണ്ട് ആരാധിക്കണം എന്ന് ഞാൻ പറയില്ല, ആസ്വദിക്കുക.
കഴിയുന്നത്ര കല്ലെറിയാതിരിക്കുക. ഇപ്പം കല്ലേറ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുദാസിനെയും മോഹൻലാലിനെ പോലുള്ള ആളുകളെയൊക്കെ ആരാധിച്ചില്ലെങ്കിലും ഈ ഉപദ്രവിക്കാതിരിക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. മധുവിനെ കൂടി നമ്മൾ ഓർക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.